വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളെ കാശിക്കുട്ടനെ അങ്ങോട്ട് താഴെ വിളയിലോട്ട് പോകണം. ഒരു പണിക്കാരനെ കുറേ ദിവസം കൊണ്ട് വിളിക്കുകയാണ്. ഇപ്പം കളക്ടറെ കാട്ടി പവറാണ് വിളപ്പണിക്കൊക്കെ വരണവർക്ക്. സത്യം, എത്ര ദിവസം കൊണ്ട് വിളിക്കണേ. ഇപ്പം പവർ ആർക്കൊക്കെ എന്നറിയാമോ? വിളപണിയവർക്ക്, പിന്നെ തേങ്ങ വെട്ടണവർക്ക്. തേങ്ങ വെട്ടുന്നവരെയൊക്കെ നമ്മളെങ്ങനെയാണെന്ന് അറിയാമോ കൊണ്ടുവരണത്? വണ്ടിയിൽ പോയി വണ്ടിയിൽ അവന്മാരെ ഇങ്ങനെ പിടിച്ച് കയറ്റി, പിന്നെ അവന്മാരെ ഇങ്ങനെ വഴിയിൽ ചായ മാച്ചു കൊടുത്ത് ദോശ മാച്ചു കൊടുത്ത് ചേട്ടാന്ന് പറഞ്ഞ് തൊഴുത് വറക്കി കൊണ്ടുവന്ന് തേങ്ങ അടപ്പിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണം. അങ്ങനെ ഞാൻ ഇന്നാൾ കാണിച്ചു തന്നില്ലേ, താഴെ വിളയിലേ ശരിക്കും ചവറ് കിടക്കണം. മക്കളെ തീപ്പെട്ടി അവിടെ ശരിക്കും ചവറ് കിടക്കണം. അപ്പം ഞാനും കാശി കിട്ടണം കൂടി. അയ്യോ, ചെരുപ്പ് എടുത്തിട്ടോട്ട് കാണിക്കാം. ചെരുപ്പ് കണ്ട, ചെരുപ്പ് ഇടാതെ പോയി കഴിഞ്ഞാൽ കാലിൽ വല്ലതും കൊള്ളും. കാശിക്കുട്ടാ, വാ നമുക്ക് വിള തൂക്കാൻ പോവാം. കണ്ട, അവിടേക്ക് കണ്ട വെറും ചവറ് കിടക്കണം. ഭയങ്കര ചവർ. ഇപ്പം റബ്ബർ ഇല തൊഴിയണ സമയമാണ്. അപ്പോൾ ഭയങ്കര ചവർ. എനിക്കാണെങ്കിൽ കയ്യിലൊരു എല്ലൊടിഞ്ഞിട്ടുണ്ട്. അപ്പോഴും എനിക്ക് തൂക്കാനും വാരാനും ഒന്നും പറ്റൂല. അങ്ങനെ ആരെങ്കിലും വിളിച്ച് നിർത്തിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യിക്കുന്നത്. സ്വർണം വാങ്ങിക്കാൻ പോവാൻ പൈസ മതി, പക്ഷെ വെള്ളപ്പണിക്ക് ആളിനെ എടുക്കാൻ വിളിച്ചാൽ കിട്ടണില്ല. വിളിച്ച് തളർന്നു. തൊട്ടപ്പുറത്തെ വിളയിൽ വെട്ടാൻ പറഞ്ഞ ആ ചേച്ചിയോടെ ഞാൻ പറഞ്ഞു. ചേച്ചി പറഞ്ഞെടി പറയാന്ന് പറഞ്ഞു. പിന്നീട് ചേച്ചി പറയണത് അങ്ങേര് കളക്ടറിന് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല വെള്ളപ്പണി. കാശിക്കുട്ടാ വേണ്ട, ഈ ഉറ വേണ്ട. ഇത് കാശിക്കുട്ടൻ്റെ സ്നഗിയൊക്കെ എരിക്കുന്നതാണ്. പിന്നെ ചവറൊക്കെ വാരി ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പട്ടി കടിച്ചെടുത്തുകൊണ്ട് പോകില്ല. പട്ടി കടിച്ചെടുത്തുകൊണ്ട് പോവാതെ വേണ്ട. നമ്മൾ ഇടുന്ന പ്ലാസ്റ്റിക് അല്ല കേട്ടോ. പട്ടിയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കടിച്ചെടുത്തുകൊണ്ടൊക്കെ വരും പ്ലാസ്റ്റിക്കുകൾ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് അടുപ്പ് തുടങ്ങിയതിന് ശേഷം ഇപ്പം ഓരോ സ്ഥലങ്ങളും വൃത്തിയുണ്ട്. സത്യം വൃത്തിയുണ്ട്. ആൾക്കാർക്ക് 500 രൂപ ഇതും നമ്മളെ തൊഴിലുറപ്പിലുള്ള ചേച്ചിമാർക്ക് കൊടുത്താലും അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് എന്നിട്ട് പോകും. സന്ധ്യയ്ക്ക് തീ അരിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് അറിയാമോ? കാശിക്കുട്ട മാറിയില്ലേ? വാ അങ്ങോട്ട് പോ. ഇത് അവിടെ കിടന്ന് പൊതിഞ്ഞോളൂ. ഇങ്ങോട്ട് പോ കാശിക്കുട്ട. ഉള്ള കളിപ്പാട്ടെല്ലാം എടുത്ത് അതിനെ കട്ട് ചെയ്യോ.